ഇത് വലിയൊരു ബൾക്കി ആയിട്ടുള്ളൊരു സംഭവമല്ല, നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ. അതേസമയം ഈ ഒരു ക്യാമറയോടൊപ്പം വന്നിരിക്കുന്ന ഈ ഒരു ചെറിയ പീസും മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം വരുന്നത്. നമ്മൾ പിന്നെ ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഈ ഒരു സാധനം വെക്കണം. ഈ ഒരു സാധനം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇത്രയും വലിപ്പമുള്ള സാധനം, ക്യാമറ എന്തോരം ഉണ്ടെന്ന് നോക്കി, ഈ സ്റ്റാൻഡ് എത്ര വലിപ്പമാണെന്ന് നോക്കി, ഇത്രയും വലിപ്പമുള്ള ഒരു സാധനം വെക്കുമ്പോൾ. പക്ഷേ നമുക്ക് ഈ ഒരു ക്യാമറയിൽ ആ റീസെറ്റ് സ്വിച്ച് ഇതിൻ്റെ അടുത്ത് ഇവിടെ കാണാൻ പറ്റില്ല, അത് അവർ കുറച്ച് ഒളിപ്പിച്ചാണ് വെച്ചേക്കണം. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ലൈറ്റ് ഓഫായി, ക്യാമറ നൈറ്റ് വിഷനിലേക്ക് പോയി. ഇതാണ് ക്യാമറയുടെ നൈറ്റ് വിഷൻ വ്യൂ എന്ന് പറയുന്നത്. ക്യാമറ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങോട്ട് പോയാലും ക്യാമറ എൻ്റെ പുറകെ വരും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് CP+ൻ്റെ CP-E31A എന്ന് പറഞ്ഞ ഒരു വൈഫൈ ക്യാമറയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാമറ നമുക്ക് വൈഫൈ ആയിട്ടും വയേർഡായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. വളരെ വില കുറഞ്ഞൊരു ക്യാമറയാണ്. ഏകദേശം 3000 രൂപയിൽ താഴെ വരുന്ന ടൈപ്പ് ക്യാമറയാണ്. അപ്പോൾ വെറുതെ ഈ ഒരു ക്യാമറയെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ഇതേ ക്വാളിറ്റി വരുന്ന C6N എന്ന് പറഞ്ഞ ഒരു ക്യാമറ ഹിക്യൂഷൻ്റെ ഉണ്ട്. അപ്പോൾ ആ ഒരു ക്യാമറയുമായിട്ട് നമുക്ക് ഇന്ന് ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒന്നാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറയുടെ ഭാരം എന്ന് പറയുന്നത് 328 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു C6N എന്നുള്ള ഈ ഒരു ക്യാമറയുടെ ഭാരം എന്ന് വെച്ചാൽ 218 ഗ്രാമാണ്. ഇനി ഈ രണ്ട് ക്യാമറകളും ഇൻഡോർ ക്യാമറകളാണ്. ചിലരൊക്കെ ഇതെടുത്തിട്ട് ഔട്ട്ഡോർ കൊണ്ട് വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പലരും പറയണമെന്ന് വെച്ചാൽ മഴ നനയുന്ന സ്ഥലത്തല്ലല്ലോ ഞാൻ ഈ ക്യാമറ വയ്ക്കുന്നത്, മഴ നനയുന്ന സ്ഥലത്ത് വെച്ചാലല്ലേ പ്രശ്നമുള്ളതാണ്. നമ്മൾ മഴ എന്നുള്ളൊരു സംഭവമല്ല ഉദ്ദേശിക്കുന്നത്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈർപ്പടിക്കും. അപ്പോൾ ഈ ടൈപ്പ് ക്യാമറകളൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും അവർ ഡിസൈൻ ചെയ്തേക്കണ ഇൻഡോർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് 2-വേ ഓഡിയോ ഉള്ള ക്യാമറകളാണ്. രണ്ട് ക്യാമറയിലും 2-വേ ഓഡിയോ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്യാമറകൾ നമ്മൾ പുറത്തെടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്കറിയാം 2-വേ ഓഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മൈക്കും ഉണ്ട്, ഒരു സ്പീക്കറും ഉണ്ട്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസസ് എപ്പോഴും കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഈ രണ്ട് ക്യാമറകളുടെയും വാറണ്ടി എന്ന് പറയുന്നത് ആകെ 1 വർഷം മാത്രമേ ഉള്ളൂ. നമ്മുടെ സാധാരണ വയേർഡ് ക്യാമറകളുടെ വാറണ്ടി ആണെന്നുണ്ടെങ്കിൽ 2 വർഷം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ഈ രണ്ട് ക്യാമറകളുടെയും ബ്രോഷർ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 30 മീറ്റർ ദൂരെ നമ്മുടെ മോഡം ഇരുന്നാൽ പോലും വൈഫൈ നെറ്റ്വർക്കുമായിട്ട് അത് കണക്റ്റ് ആകുമെന്നാണ് പറയുന്നത്. പക്ഷേ അവർ പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതൊരു ഓപ്പൺ സ്പേസിലായിരിക്കണമെന്ന്. അതായത് ഇപ്പോൾ 1-2 ഭിത്തിയുടെ ഒക്കെ അപ്പുറത്താണ് നമ്മുടെ മോഡം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തമ്മിലുള്ള ഒരു കോൺടാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു 50% ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 50% എബോവ് സിഗ്നൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഈ ക്യാമറ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റിൽ പോയിട്ടൊരു നമ്മുടെ ഫോണിൽ വൈഫൈ സിഗ്നൽ മീറ്റർ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഇട്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 50 അല്ലെങ്കിൽ 60% കൂടുതൽ സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു സ്റ്റഡി ആയിട്ടുള്ളൊരു ഇൻ്റർനെറ്റിൽ നമുക്ക് നമ്മുടെ മൊബൈൽ വ്യൂ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ EzyKam നമുക്ക് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്യാം. നല്ലൊരു പാക്കിംഗ് ആണ് ഇതിൻ്റെ ബോക്സ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ആദ്യം കൊടുത്തേക്കേണ്ടത് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ഗൈഡാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ ഗൈഡ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു കൊച്ചിനൊക്കെ എടുത്തേക്കുന്ന പോലെ വളരെ സേഫായിട്ട് CP+ ഈ ക്യാമറേനെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ഇത് വളരെ കുഞ്ഞൊരു ക്യാമറയാണ്. ക്യാമറേനെ നമുക്ക് ഡയറക്റ്റ് മറ്റേ C6N കമ്പാരിസൺ ചെയ്യാം. ഇപ്പോൾ ക്യാമറ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഇതിൻ്റെ ആക്സസറീസ് എന്തൊക്കെയാണ് വന്നേക്കണമെന്ന് നോക്കട്ടെ. ഇതിലാദ്യം വന്നേക്കണത് ഒരു സ്ക്രൂ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, പിന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ കേബിളാണ്, നമ്മുടെ USB കേബിളാണ്, അതായത് ഇതിന് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേബിള്, പിന്നെ ഒരു അഡാപ്റ്റർ, പിന്നെ ഈ ഒരു സ്റ്റാൻഡിൽ നിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു നട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. വേറെ ഇതിനകത്ത് ആക്സസറീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് C6N ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. C6Nൽ ഇനി എന്തൊക്കെ സാധനങ്ങളാണ് വന്നേക്കണത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം, എന്തൊക്കെ ഐറ്റംസ് ആണ് അതിനകത്ത് കുറവ് വന്നേക്കണമെന്നും കൂടുതൽ വന്നേക്കണമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടാക്കിയിട്ട് ഒരു ഇൻസ്റ്റലേഷൻ ഗൈഡൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നും നോക്കിയിട്ട് ഇൻസ്റ്റലേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഇത് വെറുതെ ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആക്സസറീസാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ നേരത്തെ കണ്ടാക്കിയിട്ടൊരു ബോക്സാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ക്യാമറ ഒന്ന് ആദ്യം എടുത്ത് പുറത്തോട്ട് വയ്ക്കാം. അപ്പോൾ ഒരു കാരണവശാലും കൊറിയർ ടൈമിലൊന്നും അനങ്ങ് പോലും ചെയ്യാത്ത രീതിയിലാണ് ഇവരുടെ ഈ ക്യാമറയുടെ സെറ്റപ്പ്.
കാരണം നമുക്കറിയാം ഈ നമ്മുടെ കൊറിയർ കമ്പനീസൊക്കെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇവരും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഇവിടെ ഇരിക്കട്ടെ. ക്യാമറ നമുക്ക് കമ്പാരിസൺ ചെയ്യാം. അത് ഈ ആക്സസറീസൊക്കെ എന്നൊക്കെയാണ് നോക്കുക. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇനി അത് മാറ്റി വയ്ക്കുവാണ്. ഇതാണ് നമ്മുടെ അതിൻ്റെ കൂടെ വന്നേക്കുന്ന ആക്സസറീസ്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്യാമറ നമുക്കിങ്ങനെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ്. നിങ്ങൾക്കറിയാം ഈ ക്യാമറ എന്ന് പറഞ്ഞാലും ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്ന്, ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ വെറുതെ വയ്ക്കാം. രണ്ട്, നമുക്ക് റൂഫ് ടോപ്പിൽ സീലിങ്ങിൽ ഇങ്ങനെ മൗണ്ട് ചെയ്യാം. ഇതുണ്ട്, ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ട് നമുക്ക് മൗണ്ട് ചെയ്യാം. അപ്പോൾ അത് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റാണ് ഇതിൻ്റെ ഒപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനത്തെ പറ്റി എനിക്കൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഈ ടൈപ്പ് ക്യാമറ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം ശരിക്കും നമ്മൾ സീലിങ്ങിലേക്ക് പിടിപ്പിക്കും. സീലിങ്ങിലേക്ക് പിടിപ്പിച്ചിട്ട് ഈ ക്യാമറ നമുക്ക് സീലിംഗ് മൗണ്ടായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് വലിയൊരു ഹൈറ്റ് ഇല്ലാത്തൊരു സീലിംഗ് ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമുക്ക് ഇപ്പോൾ നല്ല ഉയരമുള്ള ഒരു 10 അടി അല്ലെങ്കിൽ 12 അടി പൊക്കമുള്ള ഒരു റൂമിലാണ് നമ്മളിത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെയർ ഹൗസിനൊക്കെ അത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും പൊക്കത്തുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് സീലിംഗ് മൗണ്ട് ചെയ്യുന്നത്? നമുക്ക് അങ്ങനെ സീലിംഗ് മൗണ്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചേക്കൂട്ട് ഒരു സ്റ്റാൻഡുണ്ട്. ഇതേപോലെയുള്ളൊരു സ്റ്റാൻഡ് നമ്മൾ അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഒരു C6N വേണ്ടിയിട്ടൊരു സ്റ്റാൻഡാണത്. ഇതിപ്പോൾ ഈ ക്യാമറ മാനുഫാക്ചർ ചെയ്യുന്ന ഈ കമ്പനിയൊന്നും അല്ല ഈ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്, ഇത് വേറെ കമ്പനീസാണ്. അതുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന ഹോളൊന്നും നമുക്ക് സ്ക്രൂ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഞങ്ങളിത് പൊതുവെ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ പിടിപ്പിച്ചിട്ടാണ്. അതായത് ഈ സ്റ്റാൻഡ് നമ്മൾ മുകളിലോട്ട് ഭിത്തിയിലേക്ക് സെറ്റ് ചെയ്ത ശേഷം ഈ ക്യാമറ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യും. ഈ രീതിയിലാണ് നമുക്കിത് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ CP+ കമ്പനി ഇതുണ്ടോ, CP+ൻ്റെ ഒപ്പം നല്ലൊരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മളിതിങ്ങനെ കുറച്ചുകൂടെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ ലൂസ് ചെയ്യാം. ലൂസ് ചെയ്ത ശേഷം ഈ ക്യാമറ നമുക്കിത് ഇങ്ങനെ പിടിപ്പിക്കാം. ഇതുണ്ടോ, ഈ ക്യാമറയ്ക്ക് കൂടെ വന്നിരിക്കുന്ന ഈ നെട്ടുണ്ടല്ലോ, ഇത് നമ്മളിവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറയുടെ ബാക്ക് സൈഡിലോട്ട് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് സെറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് സുഖമായിട്ട് ഏത് ഭിത്തിയിൽ വേണമെങ്കിലും പിടിപ്പിച്ച് വെക്കാൻ പറ്റും. ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നതുകൊണ്ട് അഡീഷണൽ ആയിട്ട് നമ്മളൊരു പൈസ ഇതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, നല്ല ടൈറ്റായിട്ട് അവിടെ തന്നെ ഇരിക്കും, എങ്ങും ചാടി പോകുകയില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സേഫായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്ന. അതുപോലെ ഇത് വലിയൊരു ബൾക്കി ആയിട്ടുള്ളൊരു സംഭവമല്ല, നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ. അതേസമയം ഈ ഒരു ക്യാമറയോടൊപ്പം വന്നിരിക്കുന്ന ഈ ഒരു ചെറിയ പീസും മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം വരുന്നത്. നമ്മൾ പിന്നെ ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഈ ഒരു സാധനം വെക്കണം. ഈ ഒരു സാധനം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇത്രയും വലിപ്പമുള്ള സാധനം, ക്യാമറ എന്തോരം ഉണ്ടെന്ന് നോക്കി, ഈ സ്റ്റാൻഡ് എത്ര വലിപ്പമാണെന്ന് നോക്കി, ഇത്രയും വലിപ്പമുള്ള ഒരു സാധനം വെക്കുമ്പോൾ വളരെ ഒരു ഓക്വേർഡ്നെസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. ഇതിന് ഏകദേശം 250 രൂപയോളം കോസ്റ്റ് കൊടുത്ത് നമ്മൾ എക്സ്ട്രാ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യേണ്ട അവസ്ഥയാണ് ഈ ഒരു ഇക്യൂഷൻ്റെ EZVIZ ക്യാമറയിൽ വരുന്നത്. അതൊരു കാര്യം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ബോക്സിനുള്ളതെന്ന് വെച്ചാൽ കേബിളാണ്. അപ്പോൾ ഈ ഒരു കേബിൾ 3 മീറ്റർ നീളമുണ്ട്. ഇത് USB ആണ് ഈ കേബിൾ വരുന്നത് നമ്മുടെ ഇക്യൂഷൻ്റെ ക്യാമറയോടൊപ്പം. അതേസമയം നമുക്കിവിടെ വന്നിരിക്കുന്നത് 2 മീറ്റർ കേബിളാണ്. ഇത് USB അല്ല, ഇത് സാധാരണ ഒരു പിന്നാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് 2 മീറ്റർ കേബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ CP+ൻ്റെ ഒപ്പം 2 മീറ്റർ കേബിളും ഇക്യൂഷൻ്റെ EZVIZ ക്യാമറയോടൊപ്പം 3 മീറ്റർ കേബിളും ഉണ്ട്. പിന്നെ ഒരു ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ് ഇക്യൂഷൻ്റെ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഈ ക്യാമറയ്ക്കുള്ളിൽ അങ്ങനെ ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ് ഇല്ല. പിന്നെ വരുന്നത് സ്ക്രൂ ആണ്. ആ സ്ക്രൂ 3 എണ്ണം ഇവിടെ ഉണ്ട്. അത് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ആ സ്ക്രൂ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഇക്യൂഷൻ്റെ ക്യാമറയോടൊപ്പം ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ വരുന്നില്ല. അത് CP+ൻ്റെ ഒപ്പം ഇതുപോലെ ഒരു 5 വോൾട്ട് അഡാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഈ അഡാപ്റ്ററും നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കണം. പിന്നെ നമ്മുടെ ഈ EZVIZ ക്യാമറയും അതുപോലെ ഈ CP+ൻ്റെ ഈ ക്യാമറയും റൊട്ടേഷൻ ക്യാമറയാണ്. ഇത് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ക്യാമറയുടെ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 340 ഡിഗ്രിയാണ് ഇത് ഹൊറിസോണ്ടലായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ വെർട്ടിക്കലായിട്ട് 55 ഡിഗ്രിയാണ് റൊട്ടേഷൻ വരുന്നത്. അതേസമയം ഈ CP+ ആണെന്നുണ്ടെങ്കിൽ 355 ഡിഗ്രി ഹൊറിസോണ്ടലായിട്ടും 85 ഡിഗ്രി വെർട്ടിക്കലായിട്ടും ഇത് റൊട്ടേഷൻ ചെയ്യുന്ന ക്യാമറയാണ്. പിന്നെ ഈ 2 ക്യാമറകളും 2-വേ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ബിൽഡ് ഇൻ മൈക്കും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബിൽഡ് ഇൻ സ്പീക്കറും വരുന്നുണ്ട്. ഇനി ഈ ഒരു ക്യാമറയുടെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു RJ45 പോർട്ട് ഉണ്ട്. അതുപോലെ ഒരു പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടും ഉണ്ട്. ഇത് 5 വോൾട്ട് പവർ ആട്ടോ കണക്ട് ചെയ്യേണ്ടത്, 1 ആംപിയർ. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ക്യാമറയിലും ഉണ്ട് നമുക്ക് RJ45 പോർട്ടും അതുപോലെ തന്നെ പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ. പിന്നെ അത് കൂടാതെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു റീസെറ്റ് സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ക്യാമറയിൽ ആ റീസെറ്റ് സ്വിച്ച് ഇതിൻ്റെ അടുത്ത് ഇവിടെ കാണാൻ പറ്റില്ല. അത് അവർ കുറച്ച് ഒളിപ്പിച്ചാണ് വെച്ചേക്കണം. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് ഇവിടെ ഇതുണ്ടോ,
ഇവിടെയായിട്ടാണ് അതിൻ്റെ റീസെറ്റ് സ്വിച്ച് ഉള്ളത്. പിന്നെ തൊട്ടടുത്ത് മെമ്മറി കാർഡ് ഇടാവുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെ ഇവിടെ കൊടുത്തിരിക്കുന്നത് മെമ്മറി കാർഡ് ഇടാവുന്ന ഓപ്ഷൻ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്യാമറ, അതായത് നമ്മുടെ CP+ ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 128 GB ആണ് ഈ ഒരു ക്യാമറയിൽ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ക്യാമറയിലാണെങ്കിൽ 256 GB മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കൊടുത്തിരിക്കുന്ന RJ45 ജാക്ക് ഉണ്ടല്ലോ, ഈ രണ്ടെണ്ണം, ഈ RJ45 പോർട്ട് PoE പോർട്ട് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു PoE സ്വിച്ചിൽ നിന്ന് ഒരിക്കലും ഈ ഒരു ക്യാമറയെ പവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് ക്യാമറകളുടെ ഒപ്പം ഇതുപോലെയുള്ള കേബിളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേബിളുകളൊന്നും നമുക്ക് നീളം കൂട്ടി ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞങ്ങളിതൊരു വീട്ടിൽ ചെയ്യാൻ നോക്കിയിട്ട് നീളം കൂട്ടാൻ നോക്കി. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം വന്നേക്കണ 3 മീറ്ററാണ്. നമ്മളൊരു 5 മീറ്ററിൻ്റെ USB എക്സ്റ്റൻഷൻ കേബിളും കൂടെ നീട്ടിയിട്ടിട്ട് നീളം കൂട്ടി 8 മീറ്റർ കൊണ്ടുപോകാൻ നോക്കിയിട്ട് ഈ ക്യാമറ വർക്ക് ചെയ്തില്ല. അപ്പോൾ അതിനി എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ അതിൻ്റെ ആംബിയർ കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ടുമില്ലായിരിക്കും. അപ്പോൾ ഇവർ ഈ തന്നിരിക്കുന്ന ഈ ഒരു കേബിള് നമുക്ക് തൊട്ടടുത്തുനിന്ന് ക്യാമറേനെ പവർ ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ക്യാമറ ശരിക്കും വർക്ക് ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ നമ്മുടെ EzyKam എന്നുള്ള ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ EzyKam സോഫ്റ്റ്വെയർ. ഞാനിപ്പോൾ നമ്മുടെ ക്യാമറ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ CP-E31A എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് നമ്മുടെ മുകളിൽ. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാമറ ഇപ്പോൾ ലൈവായിട്ട് കാണാൻ പറ്റും. പിന്നെ നേരെ മുമ്പിലായിട്ട് ആ ക്യാമറ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ആ ക്യാമറ. അപ്പോൾ ഈ ക്യാമറ നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ എൻ്റെ ഒരു 2 മീറ്റർ അകലത്തിലാണ് ആ ക്യാമറ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറേനെ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം. നമുക്കത് ഇവിടെ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ മൂവ്മെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഡയറക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് 350 ഡിഗ്രിയോളം റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗണും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു ക്യാമറയുടെ നൈറ്റ് വിഷൻ്റെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ക്യാമറ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനത് ലൈറ്റ് ഓഫ് ചെയ്യുവാണ്. ഇതുണ്ടോ, ഇപ്പോൾ ലൈറ്റ് ഓഫായി, ക്യാമറ നൈറ്റ് വിഷനിലേക്ക് പോയി. ഇതാണ് ക്യാമറയുടെ നൈറ്റ് വിഷൻ വ്യൂ എന്ന് പറയുന്നത്. നല്ല ക്ലിയറാണ് ക്യാമറ നൈറ്റ് വിഷനിൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല വ്യക്തമായിട്ട് തന്നെ നൈറ്റിൽ നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ ക്യാമറയിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഹിക്വിഷൻ ക്യാമറകളിലുള്ള പോലെ തന്നെ നമുക്ക് മോഷൻ ട്രാക്കിംഗ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. മോഷൻ ട്രാക്കിങ്ങിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ നമ്മളെ തന്നെ ഫോളോ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിലായിട്ട് HD എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. HD മാറ്റി SD എന്നുള്ളൊരു ഓപ്ഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ ക്വാളിറ്റിയിൽ കുറച്ച് കുറവ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, അപ്പോൾ എൻ്റെ ആ ഒരു ഫേസൊക്കെ എന്ന് വെച്ചാൽ അത്രത്തോളം വ്യക്തമായിട്ട് തോന്നില്ല. അതേസമയം നമ്മൾ HD എന്നുള്ള ഓപ്ഷനാണ് ഇടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വ്യക്തത നമുക്ക് ആ ഒരു ഫേസിനകത്തൊക്കെ നമുക്ക് കിട്ടും. ഇത് കണ്ടോ, കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഞാൻ വീണ്ടും ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ക്യാമറ പെട്ടെന്ന് തന്നെ അത് ലൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ക്യാമറ ഓട്ടോമാറ്റിക് നമുക്കറിയാം കളർ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കേട്ടോ, കളർ മോഡിലേക്ക് സ്വിച്ച് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വരുന്നത് വെച്ചാൽ ഇതിൽ ഈ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പ്ലേ ബാക്ക് ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ പ്ലേ ബാക്ക് വരില്ല. പിന്നെ ഗാലറി ഉണ്ട്, നമുക്ക് വീഡിയോ പ്ലേ ബാക്ക് നോക്കാനുള്ള സ്ഥലമാണ്. ഇനി ഇതിൽ തീം കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് മോഡും ഡാർക്ക് മോഡും എനേബിൾ ചെയ്യാം. ഡാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ തീം ഒന്ന് മാറ്റുന്ന സെറ്റപ്പാണ്. ഇത് ലൈറ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ വൈറ്റ് കളറിൽ നിൽക്കും. പിന്നെ പ്രൈവറ്റ് മോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓട്ടോമാറ്റിക് ഒരു സ്ലീപ്പ് മോഡ് പൊസിഷനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ക്യാമറ വയ്ക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ബെഡ്റൂമിലാണ് ഈ ക്യാമറ വയ്ക്കുന്നതെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ലീപ്പ് മോഡിലേക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ക്യാമറ റെക്കോർഡ് ആകണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് ഇടാം. എന്നിട്ട് ഇതിൽ തന്നെ നമ്മൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്യാമറ ഓണായി വരും. ഇനി അടുത്തായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നൈറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഈ നൈറ്റ് മോഡ് എന്നുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നൈറ്റ് മോഡിൽ ക്ലിക്ക് അടിക്കുകയാണ്. നമുക്കത് ചെയ്ത് തന്നെ നോക്കാം എന്താണെന്ന്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ നൈറ്റ് മോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ ഓഫ് എന്നുള്ളൊരു പൊസിഷനിലേക്ക് ഇട്ടു. ഓക്കെ. അപ്പോൾ ക്യാമറയിൽ ഇപ്പോൾ നൈറ്റ് മോഡ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഓഫ് എന്നുള്ള പൊസിഷനിൽ ഇട്ടു. ഞാനിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. ലൈറ്റ് ഓഫായി. ആദ്യം ഓട്ടോ എന്നുള്ള പൊസിഷൻ കിടന്നപ്പോൾ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് നൈറ്റ് വിഷനിലേക്ക് മാറിയിരുന്നു. ഇപ്പോൾ ക്യാമറ ഓട്ടോമാറ്റിക് നൈറ്റ് വിഷനിലേക്ക് മാറുന്നില്ല. അതിന് പകരം ക്യാമറ ആ ഒരു കളർ പൊസിഷൻ തന്നെ നിൽക്കുവാണ്. പക്ഷേ നമുക്കിവിടെ കളറ് വരാൻ വേണ്ടിയിട്ട് ക്യാമറയ്ക്ക് ഇവിടെ ആവശ്യത്തിനുള്ള ലൈറ്റ് ഇല്ല. അതുകൊണ്ടാണ് ആ ഒരു ഇരുട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിനി ലൈറ്റ് ഓൺ ചെയ്യുന്നു.
ക്യാമറ ഓട്ടോമാറ്റിക് ആ ഒരു കളർ പൊസിഷനിലേക്ക് തന്നെ വന്നു കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള നൈറ്റ് മോഡ് എന്നുള്ള ഓപ്ഷനിൽ എപ്പോഴും നൈറ്റ് മോഡ് ഓൺ ചെയ്തിടാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇപ്പോൾ ഓട്ടോമാറ്റിക് ക്യാമറ എന്തായി നൈറ്റ് മോഡിൽ മാറി. നൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇപ്പോൾ ക്യാമറ ഇപ്പോൾ നൈറ്റ് മോഡിലാണ് നിൽക്കുന്നത്. ലൈറ്റ് പോയാലും ക്യാമറ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് കണ്ടോ. നൈറ്റ് മോഡാണ്. ഓക്കെ, ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ നിൽക്കുക. അതെ, അപ്പോൾ ഈ നൈറ്റ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ക്യാമറയുടെ ഫ്രണ്ടിലുള്ള IR ലൈറ്റ് ആക്ച്വലി കത്തുന്നില്ല. ഇപ്പോൾ IR ലൈറ്റ് ക്യാമറയിൽ കത്തുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്യണ സമയത്ത് ഇത് IR ലൈറ്റ് ക്യാമറയുടെ ഓണായി എന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇമേജ് പോലെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഓട്ടോ എന്നുള്ള ഓപ്ഷനിൽ ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് കളറിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യുള്ളൂ. പിന്നെ നമുക്കുള്ള ഒരു ഓപ്ഷനാണ് ക്യാമറയുടെ മോഷൻ ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ ഞാനിപ്പോൾ മോഷൻ ട്രാക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ എനേബിൾ ചെയ്തു. ഇനി ഞാനിവിടെ നിന്ന് എഴുന്നേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ക്യാമറ എന്നെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. ക്യാമറ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങോട്ട് പോയാലും ക്യാമറ എൻ്റെ പുറകെ വരും. അതായത് ക്യാമറ നിങ്ങൾക്കറിയാം 352 ഡിഗ്രി ആംഗിൾ വ്യൂ കിട്ടുന്നതാണ്. ഞാൻ ഏത് സൈഡ് ഡയറക്ഷനിലേക്ക് പോയാലും ക്യാമറ എന്നെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ട്രാക്കിംഗ് ഓപ്ഷൻ നമുക്ക് നൈറ്റിലും വർക്ക് ചെയ്യുമെന്നുള്ള കാര്യം നോക്കാം. ഞാനിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തു. ക്യാമറയുടെ നൈറ്റ് വിഷൻ ഓട്ടോമാറ്റിക് ഇപ്പോൾ ഓണാകും. ഇതേ ക്യാമറയുടെ നൈറ്റ് വിഷൻ ഓണായി. ക്യാമറ ഇപ്പോൾ എന്നെ നൈറ്റിൽ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇതേ ക്യാമറ ഇപ്പോൾ രാത്രിയിലും ആ ഒരു മോഷൻ ട്രാക്കിങ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഡേയിൽ മാത്രമല്ല. ഡേ മീൻസ് ലൈറ്റ് ഉള്ളപ്പോൾ മാത്രമല്ല, രാത്രിയിലും അത് ട്രാക്കിങ് നടക്കും കണ്ടോ. പിന്നെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ മോഷൻ ട്രാക്കിംഗ് ഇടുമ്പോഴത്തേക്കും ചിലർക്ക് ചില ഇഷ്യൂസൊക്കെ വരുന്നതായിട്ട് ചിലർ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷൻ ട്രാക്കിങ്ങിനകത്ത് ഇപ്പോൾ 2 പേര് ഒരേ സമയം 2 ഡയറക്ഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മോഷൻ ട്രാക്കിംഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഈ ചെറിയ പിള്ളേരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെർവൻസിനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പേരൻസിനെയൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും സെർവൻസിനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോഷൻ ട്രാക്കിംഗ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം അത് ആവശ്യമുള്ള സമയത്ത് മാത്രം നിങ്ങളത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ക്യാമറയുടെ മോഷൻ ഡിറ്റക്ഷൻ എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ മോഷൻ ഡിറ്റക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 3 കുത്തുകൾ മുകളിൽ കാണുന്നുണ്ടല്ലോ, ഇതിൽ സെലക്ട് ചെയ്യുക. അത് ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ ഡിറ്റക്ഷൻ അലാം സെറ്റിങ്സ് ഉണ്ട്. അതിൽ മോഷൻ ഡിറ്റക്ഷൻ അലാം ഇപ്പോൾ എനേബിൾഡ് ആണ്. ഇനി ഞാൻ ഈ ഇതിലൂടെ ചുമ്മാ ഒന്ന് നടക്കാൻ വേണ്ടി പോകും. ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരു മോഷൻ ഡിറ്റക്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് ഈ മോഷൻ ഡിറ്റക്ഷൻ 1 മിനിറ്റിൽ ഒരെണ്ണമാണ് വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് യാതൊരു അലേർട്ടോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റില്ല. കാരണം 1 മിനിറ്റിൽ ഒരെണ്ണം വരിക. ഇപ്പോൾ 8:34 ഒരെണ്ണം വന്നു. ഇനി 8:35 ആകുമ്പോഴേ അടുത്ത് വരത്തുള്ളൂ. അതിപ്പം ഇക്വേഷനിലാണെങ്കിൽ നേരത്തെ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നെങ്കിലും ഇപ്പോൾ ഒരെണ്ണം മാത്രമാണ് 1 മിനിറ്റിൽ വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ 2 ക്യാമറകളെ പറ്റി പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം, ഇതിൻ്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതിൽ വാട്സാപ്പ് ചെയ്താൽ മതി. പലരും പറയുന്നുണ്ട്, ചിലരൊക്കെ കമൻറ്റിലൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങളെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല, നിങ്ങൾ എന്തിനാണ് നമ്പർ കൊടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഒരു ഓഫീസ് റൺ ചെയ്യുന്ന ആളാണ്. പിന്നെ അതും ഈ ഒരു പാർട്ട് ടൈം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഫുൾ ടൈം വീഡിയോ ബ്ലോഗറൊന്നും അല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ കോൾസ് എനിക്ക് എടുക്കാൻ പറ്റില്ല. മിക്ക സ്ഥലത്ത് ഞങ്ങൾ വല്ല വർക്ക് സൈറ്റിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാത്തത്. അപ്പോൾ നിങ്ങൾക്കറിയാം വാട്സാപ്പ് ഇടുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി എപ്പോഴും ഞാൻ ഈ ഫോൺ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ മറുപടി തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days.